ഹലോ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പോൾ എന്നെ അറിയാലോ, എൻ്റെ പേര് ഷെറിൻ. ഞാൻ ബയോ കെമിസ്ട്രി അതേപോലെ റിലേറ്റഡ് ആയ ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബയോ കെമിസ്റ്റ് എന്നൊരു പോസ്റ്റ് അല്ലെങ്കിൽ എക്സാം നമ്മുടെ PSC വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലെ ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി എന്ന പോർഷത്തെ ഫസ്റ്റ് ടോപ്പിക് ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. അപ്പം അതിൽ ഫസ്റ്റ് എടുക്കുന്ന ടോപ്പിക്കാണ് സ്പെസിമെൻ കളക്ഷനും പ്രോസസ്സിങ്. എന്താണ് സ്പെസിമെൻ കളക്ഷൻ ആൻഡ് പ്രോസസ്സിങ്? അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സ്പെസിമെൻസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിമെൻ ആയിരിക്കും നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കുക. അതാണ് എന്ത്? ബ്ലഡ് എന്ന സ്പെസിമെൻ. അപ്പോൾ എങ്ങനെയാണ് ബ്ലഡ് കളക്ട് ചെയ്യുക, അതേപോലെ കളക്ഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ആൻറ്റി കൊയാഗുലൻസും. അപ്പം അത്രയും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുണ്ടായിരിക്കുക. നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ്ലി ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും പഠിക്കാൻ പറ്റില്ല. അപ്പം ഇതൊരു പാർട്ട് 1 ആയിരിക്കും കേട്ടോ. അപ്പം ഇത് പാർട്ട് 1 ആണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ബ്ലഡ് കളക്ഷൻ മെത്തേഡ് ആണ്. ഇപ്പം എന്താണ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് നമ്മുടെ ബോഡിയിലുള്ളൊരു വാസ്കുലാർ റെഡ് വാസ്കുലാർ കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലേ ബ്ലഡ്. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം ഒരു ബോഡി ഫ്ലൂയിഡ് ആണ് ബ്ലഡ് എന്ന് പറയാം. എന്താ ബ്ലഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ? നമ്മുടെ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, എല്ലാ സെൽസിലേക്കും ഓക്സിജൻ എത്തിക്കുക, മറ്റ് ന്യൂട്രിയൻസിന് എത്തിക്കുക, അതേപോലെ വേസ്റ്റ് പ്രൊഡക്ട്സിനെ കളക്ട് ചെയ്യുക. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ആരുടെ ഫംഗ്ഷൻ വരുന്നത്? ബ്ലഡിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഇനി ബ്ലഡിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ കാണാൻ പറ്റും? ബ്ലഡിൽ ഒരു സോളിഡ് പാർട്ടും ഉണ്ട്, ലിക്വിഡ് പാർട്ടും ഉണ്ട്. സോളിഡ് പാർട്ടിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ? RBC, റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്. എന്നിങ്ങനെ 3 ടൈപ്പ് ഓഫ് എന്താണ് സെൽസ് ആണ് സോളിഡ് പാർട്ട് ഓഫ് ബ്ലഡിൽ കാണുന്നത്. ഇനി ലിക്വിഡ് പോർഷൻ ഓഫ് ബ്ലഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്ലാസ്മ എന്നാണ് വിളിക്കുന്നത്. പ്ലാസ്മയിൽ നോക്കുകയാണെങ്കിൽ പ്ലാസ്മയിൽ ഏകദേശം 90 to 91% വാട്ടറും ബാക്കി കുറച്ച് കാണുന്നത് ഓർഗാനിക് കമ്പോണൻസും ഇൻഓർഗാനിക് കമ്പോണൻസും ആണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ബ്ലഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൊരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എങ്ങനെയാണ് ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യാൻ? അപ്പോൾ നമുക്കറിയാം മിക്ക ടെസ്റ്റുകൾക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ഒരു സ്പെസിമെൻ ആണ് എന്ത്? ബ്ലഡ് എന്ന സ്പെസിമെൻ. അപ്പോൾ ഈ ഒരു ബ്ലഡ് സ്പെസിമെൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് സ്പെസിമെൻ വരുന്നുണ്ട് കേട്ടോ. ബ്ലഡ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് സ്പെസിമെൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ നിന്നും ഏത് സ്ഥലത്തു നിന്നാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് എന്നതിനൊക്കെ ബേസിസിലാണ് ബ്ലഡ് സ്പെസിമെൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നത്. ഓക്കെ, ഈ ഒരു ബ്ലഡ് സ്പെസിമെൻ ടൈപ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എന്തിന്റെ ബേസിലാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, എങ്ങനെയാണ് നമ്മൾ ആ ബ്ലഡ് ഏത് കളക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ബ്ലഡ് കളക്ട് ചെയ്തത്. രണ്ടാമതാണെങ്കിലോ ഏതാണ് സ്പെസിമെൻ, അതായത് സൈറ്റിൽ നിന്ന് ഏത് സൈറ്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ബേസിസിലാണ് നമ്മളൊരു ബ്ലഡ് സ്പെസിമെനെ ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോമൺലി നമ്മൾ ബ്ലഡ് സ്പെസിമെൻ അല്ലെങ്കിൽ ബ്ലഡ് കളക്ഷൻ മെത്തേഡ്സ് പറയുമ്പോൾ 2 മെത്തേഡ്സ് ആണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് പറയാം. അതിലൊന്നാണ് വെനി പങ്ക്ചർ അല്ലെങ്കിൽ വീനസ് പങ്ക്ചർ എന്ന് പറയാം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ലാബിൽ പോയിട്ട് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വെയിനിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുക. നമ്മുടെ എൽബോന്റെ അവിടെ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യില്ലേ, ആ മെത്തേഡാണ്. വെയിനിൽ നിന്നും ഒരു നീഡിൽ, സിറിഞ്ചിലുള്ള ഒരു നീഡിൽ നമ്മുടെ വെയിനിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ന് വെനി പങ്ക്ചർ എന്നുള്ള മെത്തേഡ്. ഇനി വേറെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കളക്ഷൻ മെത്തേഡാണ് സ്കിൻ ഓർ ഡെർമൽ മെത്തേഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കാപ്പിലറി മെത്തേഡ് എന്ന് പറയാം. എന്താണ് കാപ്പിലറി മെത്തേഡ്? കാപ്പിലറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്തിൽ നിന്നായിരിക്കും? കാപ്പിലറീസിൽ നിന്നായിരിക്കും. കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പൊ കാപ്പിലറീസിൽ നിന്നുമായിരിക്കും ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫിംഗർ ടിപ്സ്, അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ ലോബ്, നമ്മുടെ കാലിന്റെ ഹീല്, അങ്ങനത്തെ പോർഷൻസിൽ നിന്നും ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ലാൻസെറ്റ്, ഒരു ചെറിയൊരു ഒരു പിന്ന് പോലെ സാധനം വെച്ച് നമ്മൾ ഒരൊറ്റ കുത്തും. അതാണ് എന്ത്? നമ്മുടെ കാപ്പിലറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും കോമൺ മെത്തേഡ്സ് ഓഫ് ബ്ലഡ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ കുറച്ചത്ര നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന സ്പെഷ്യൽ ടെസ്റ്റിന് മാത്രം ചെയ്യുന്ന ഒരു ബ്ലഡ് കളക്ഷൻ മെത്തേഡ് ഉണ്ട്.
മൂന്നാമത്തത് ഏതാണ്? ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ. അതായത് നമ്മൾ ആർട്ടറീസിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യാണ്. അത് നമ്മളിപ്പോൾ ബ്ലഡിലുള്ള ഗ്യാസസ് അനലൈസ് ചെയ്യാൻ അങ്ങനെ സ്പെഷ്യൽ ടെസ്റ്റുകൾക്ക് മാത്രമാണ് നമ്മൾ ആർട്ടറീസിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുള്ളൂ. അപ്പോൾ വളരെ എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ബ്ലഡ് കളക്ഷൻ അല്ല ഏത്? ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ബ്ലഡ് കളക്ഷൻ മെത്തേഡ്സ് ആയിട്ടുള്ളത്? വീനസ് ബ്ലഡ് കളക്ഷൻ ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ഉണ്ട്, ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ ബ്ലഡിനെ നേരെ ഒരു കളക്ഷൻ ട്യൂബിലേക്ക് മാറ്റും അല്ലെ? ആ കളക്ഷൻ ട്യൂബിനെ നമുക്ക് കളക്ഷൻ വയൽ എന്നോ വാക്യൂട്ടെയ്നർ എന്നോ അല്ലെങ്കിൽ ആന്റികൊയാഗുലന്റ് കോട്ടർ ട്യൂബ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ആന്റികൊയാഗുലന്റ് ഒന്നുമില്ലാത്ത ഒരു ട്യൂബിലേക്കായിരിക്കും ബ്ലഡിനെ മാറ്റുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആന്റികൊയാഗുലന്റ് വെച്ച് കോട്ട് ചെയ്തിട്ടുള്ള ട്യൂബിലേക്കായിരിക്കും മാറ്റുന്നുണ്ടായിരിക്കുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കമ്മിങ് സ്ലൈഡ്സിൽ പറയാം കേട്ടോ. ഓക്കെ, ഇനി വേറെന്താണ് ഈ ഒരു ആന്റികൊയാഗുലേറ്റഡ് ട്യൂബിന് പ്രത്യേകത? ഒന്ന് അതിന്റെ മേലെ എന്തുണ്ടായിരിക്കും? ലേബൽ ഉണ്ടായിരിക്കും. ആ ലേബലിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും അല്ലെ? പേഷ്യന്റിന്റെ പേര്, അതേപോലെ ഏജ്, അതുകൂടാതെ ഒരു ബാർകോഡ് ഉണ്ടായിരിക്കും. ആ ഒരു ബാർകോഡ് ഒന്നല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് പേഷ്യന്റിന്റെ മറ്റിങ്ങനത്തെ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് എഴുതാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് കൂടാതെ അതിന്റെ സ്റ്റോപ്പർ മീൻസ് അതിന്റെ മൂടിക്ക് എന്തുണ്ടായിരിക്കും? കളർ ഉണ്ടായിരിക്കും. എല്ലാ കളക്ഷൻ ട്യൂബിനും ഒരു കളറല്ല, ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ട്യൂബ് നമുക്ക് കാണാൻ പറ്റും. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാല് നമ്മൾക്ക് ഓരോ ചില ടെസ്റ്റുകൾക്ക് നമുക്ക് ആവശ്യം വരിക സിറം ആയിരിക്കും, ചില ടെസ്റ്റിന് നമുക്ക് പ്ലാസ്മ ആയിരിക്കും ആവശ്യം വരിക. അപ്പൊ അതിനനുസരിച്ചിട്ട് അതേപോലെ ചില ടെസ്റ്റുകൾക്ക് ഇന്ന ആന്റികൊയാഗുലന്റ് വേണം എന്ന നിർബന്ധം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ ആന്റികൊയാഗുലന്റിന് കോട്ട് ചെയ്ത ട്യൂബ്, ആന്റികൊയാഗുലന്റ് ഇല്ലാത്ത ട്യൂബ്, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കളർ കോഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പേഴ്സ് എന്തുണ്ടായിരിക്കും? ഈ ഒരു കളക്ഷൻ വയൽസിന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ബ്ലഡ് സാമ്പിൾസ് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് ആണ് ക്ലോട്ടഡ് ബ്ലഡ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിന് നമുക്ക് എന്ത് വേണം? ക്ലോട്ട് ചെയ്തിട്ടുള്ള ബ്ലഡ്, കട്ടയായിട്ടുള്ള ബ്ലഡ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഏത് മെത്തേഡ് വഴിയാണ് ബ്ലഡ് കളക്ട് ചെയ്യുക? വെനി പങ്ക്ചർ വഴി, വീനസ് പങ്ക്ചർ വഴിയായിരിക്കും നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അതേപോലെ ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണ്ട? ആന്റികൊയാഗുലന്റ് ആഡ് ചെയ്യണ്ട. കളക്ഷൻ ട്യൂബിൽ ആന്റികൊയാഗുലന്റ് കോട്ട് ചെയ്ത ട്യൂബ് വേണ്ട. അതെന്തുകൊണ്ടാണ്? നമുക്കിവിടെ ആവശ്യം ക്ലോട്ട് ചെയ്ത ബ്ലഡ് ആണ്. ആന്റികൊയാഗുലന്റ് നമ്മൾ എന്തിനാ ആഡ് ചെയ്യുക? ഇതിന്റെ പേരെന്താണ്? ആന്റികൊയാഗുലന്റ് ആണ്. കൊയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ആളാണ്, ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യുന്ന ആളെ നമുക്ക് വേണ്ട. ഇവിടെ ബ്ലഡ് ക്ലോട്ടഡ് ബ്ലഡ് ആണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല? ആന്റികൊയാഗുലന്റ് ആഡ് ചെയ്യില്ല. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു ബ്ലഡ് സാമ്പിളിൽ നിന്നും സെറം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി സെറവും പ്ലാസ്മയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാം. ഈ സെറം ആയാലും പ്ലാസ്മ ആയാലും ബ്ലഡിന്റെ ലിക്വിഡ് പോർഷൻ തന്നെയാണ്. പക്ഷെ പ്ലാസ്മ എന്താണ്? ആന്റികൊയാഗുലന്റ് വെച്ച് കോട്ടഡ് ട്യൂബിലേക്ക് ബ്ലഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ബ്ലഡിനെ ഇട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലിക്വിഡ് പോർഷൻ ആണ് പ്ലാസ്മ. പക്ഷെ സിറം ആണെങ്കിലോ ക്ലോട്ടഡ് ബ്ലഡിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലിക്വിഡ് പോർഷൻ ആണ് സിറം. അപ്പൊ അതാണ് സിറോ പ്ലാസ്മ തമ്മിലുള്ള വ്യത്യാസം. ചില ടെസ്റ്റുകൾക്ക് നമുക്ക് സിറം ആവശ്യം വരും, ചില ടെസ്റ്റുകൾക്ക് നമുക്ക് പ്ലാസ്മ ആവശ്യം വരും. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ സ്പെസിമെൻ ടൈപ്പ് നോക്കൂ. നമുക്ക് എന്ത് സ്പെസിമെൻ ആണ് വേണ്ടത്? സിറം ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ സിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെനി പങ്ക്ചർ, വെയിനിൽ നിന്നാണ് ബ്ലഡ് എടുക്കേണ്ടത്. ഇനി ആ ഒരു ബ്ലഡിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആന്റികൊയാഗുലന്റ് ഒന്നും വെച്ച് കോട്ട് ചെയ്യാത്ത ട്യൂബിൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുക. എന്നിട്ട് ആ ബ്ലഡിന് എന്ത് ചെയ്യുക? കുറച്ച് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി, ആ ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഒരു 20 മുതൽ ഒരു 30 മിനിറ്റ് വരെ എന്ത് ചെയ്യുക? ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട് ആ ബ്ലഡിന് അങ്ങനെ വെക്കുക. അപ്പൊ 30 മിനിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ക്ലോട്ട് ആയിട്ട് ആ ഒരു ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യുക? അടുത്തത് സെൻട്രിഫ്യൂജ് ചെയ്യുക. ഒരു സെൻട്രിഫ്യൂജിൽ വെച്ചിട്ട് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ മേലത്തെ പോർഷനിൽ കിടക്കുന്ന ലിക്വിഡ് എന്തായിരിക്കും? സിറം ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് എന്ത് വേണ്ടത്? സെറം എന്ന സ്പെസിമെൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സിറം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? മെയിൻ ആയിട്ട്
സെറോളജിക്കൽ ടെസ്റ്റുകൾക്കൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, സിറമാണ് യൂസ് ചെയ്യുക. അതേപോലെ ബ്ലഡ് ബാങ്കിങ്ങിന് യൂസ് ചെയ്യും. പിന്നെ മറ്റു കുറച്ച് കെമിസ്ട്രി ടെസ്റ്റിങ്ങിനും നമ്മൾ സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്പെസിമെൻ ടൈപ്പ് നോക്കൂ, ഹോൾ ബ്ലഡ്. എന്താണ്? ഹോൾ ബ്ലഡ് ആണ്. അതായത് നമുക്ക് പ്ലാസ്മ അല്ല, സിറം അല്ല, ഒന്നുമല്ല വേണ്ടേ, നമുക്ക് ഹോൾ ബ്ലഡ് ഇട്ട് അങ്ങനെ തന്നെ മതി. അതിന് പ്രത്യേകിച്ച് അതിൽ നിന്ന് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, സെറത്തിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ഒന്നും ചെയ്യണ്ട. അപ്പൊ ഹോൾ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഇതേപോലെ വീനസ് ബ്ലഡ് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു ബ്ലഡിനെ ആന്റി കൊയാഗുലന്റ് കോട്ട് ചെയ്ത ട്യൂബിലേക്ക് നമ്മൾ ബ്ലഡിനെ മാറ്റുന്നു. അപ്പൊ എന്ത് സംഭവിക്കില്ല, ആന്റി കൊയാഗുലന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ബ്ലഡിന്റെ ക്ലോട്ടിങ് നടക്കത്തില്ല. അപ്പൊ അത്രയും മാത്രം ചെയ്താൽ മതി, വേറെ സെൻട്രിഫിക്കേഷൻ ഒന്നും തന്നെ നമ്മൾ ചെയ്യണ്ട. ഇനി ഹോൾ ബ്ലഡ് ആവുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, എല്ലാ ബ്ലഡ് സെൽസും ഉണ്ടായിരിക്കും. WBC ഉണ്ടാവും, RBC ഉണ്ടാവും, പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, പ്ലാസ്മയും ഉണ്ടായിരിക്കും. ബിക്കോസ് നമ്മൾ ആന്റി കൊയാഗുലന്റ് കോട്ടഡ് ട്യൂബിലേക്കാണ് ബ്ലഡിനെ മാറ്റിയിരിക്കുന്നത്. അപ്പൊ എന്തുണ്ടായിരിക്കും, അപ്പൊ അതിൽ എന്തായിരിക്കും, പ്ലാസ്മ ആയിരിക്കും. പക്ഷെ പ്ലാസ്മേനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തും കൂടെ ചെയ്യണം, സെൻട്രിഫ്യൂജും കൂടെ ചെയ്യണം. ഇവിടെ നമുക്ക് ഹോൾ ബ്ലഡ് ആണ് ആവശ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെൻട്രിഫ്യൂജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്തൊക്കെ ടെസ്റ്റുകൾക്ക് നമുക്ക് ഹോൾ ബ്ലഡിനെ യൂസ് ചെയ്യാം? മെയിൻ ആയിട്ട് ഹെമറ്റോളജി ബ്ലഡ് ടെസ്റ്റുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഇനി നമുക്ക് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ ഹോൾ ബ്ലഡിനെ പിന്നെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്താലാണ് നമുക്ക് പ്ലാസ്മ പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, അടുത്ത സ്പെസിമെൻ ടൈപ്പ് എന്താ, പ്ലാസ്മ എന്ന സ്പെസിമെൻ ആണ്. പ്ലാസ്മ നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ആന്റി കൊയാഗുലന്റ് വെച്ചിട്ട് കോട്ട് ചെയ്ത ട്യൂബിലേക്ക് നമ്മൾ ബ്ലഡിനെ ആഡ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, അതെടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അപ്പർ പോർഷൻ, അതായത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്പർ പോർഷനിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ പ്ലാസ്മ ഉണ്ടായിരിക്കും. അത് നമ്മൾ കളക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി പ്ലാസ്മയിൽ എന്തുണ്ടായിരിക്കും, ഫൈബ്രിനോജൻ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ സെറത്തിന്റെ കാര്യം പറഞ്ഞു, സെറത്തിൽ എന്തുണ്ടായിരിക്കില്ല, ഫൈബ്രിനോജൻ ഉണ്ടായിരിക്കത്തില്ല. ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരാളാണ്. അത് സെറത്തിൽ ഉണ്ടായിരിക്കില്ല. പക്ഷെ പ്ലാസ്മയിൽ എന്തുണ്ട്, ഫൈബ്രിനോജൻ ഉണ്ടായിരിക്കും. ഇനി പ്ലാസ്മ നമ്മൾ എന്തൊക്കെ ടെസ്റ്റിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് ക്ലോട്ടിങ് സ്റ്റഡീസിന് വേണ്ടിയിട്ടും പിന്നെ മറ്റേ പ്ലാസ്മേന്റെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പ്ലാസ്മ സ്പെസിമെൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ എന്താണ്, വീനസ് ബ്ലഡ് യൂസ് ചെയ്തിട്ട്, വെയിനിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് യൂസ് ചെയ്തിട്ടുള്ള സ്പെസിമെൻ ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ലാസ്റ്റ് വൺ എന്താ, കാപ്പിലറി ബ്ലഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും, ബ്ലഡ് കാപ്പിലറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ കാണുന്ന ചെറിയ ചെറിയ സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസിനെയാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കാപ്പിലറി ബ്ലഡ് നമുക്ക് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാം, നമ്മുടെ ഫിംഗറിന്റെ ടിപ്സ്, അതേപോലെ നമ്മുടെ ചെവിയുടെ ലോബ്, നമ്മുടെ കാലിന്റെ ഹീൽ പോർഷൻ, അവിടെ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്, കാപ്പിലറി ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാപ്പിലറിയിൽ നമുക്ക് ആ കാപ്പിലറി ബ്ലഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, വീനസ് ബ്ലഡിന്റെ ആർട്ടീരിയൽ ബ്ലഡും ടിഷ്യൂ ഫ്ലൂയിഡും, ഇതിന് മൂന്നും കൂടെ കോമ്പിനേഷൻ ആണ് നമുക്ക് കാപ്പിലറി ബ്ലഡ്. ആ ഒരു കാപ്പിലറീസിൽ നിന്നും കിട്ടുന്ന ബ്ലഡ് എന്താണ്, ഈ മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ബ്ലഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി കാപ്പിലറി ബ്ലഡ് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യാം, മെയിൻ ആയിട്ട് കുട്ടികളിൽ, അതേപോലെ ചെറിയ ഇൻഫൻസില്, നമുക്ക് അതായത് കുട്ടികളിലൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞു ചെറിയ മക്കൾ, ഇപ്പൊ പ്രസവിച്ചിട്ടുള്ള മക്കളൊക്കെ ഇല്ലേ, അവരിലൊക്കെ ഈ ഒരു വെയിനിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കാപ്പിലറി ബ്ലഡ് കളക്ട് ചെയ്യാം. പിന്നെ ചില ടെസ്റ്റുകൾക്ക് നമുക്ക് വളരെ മൈന്യൂട്ട് എമൗണ്ട് ഓഫ്, കുറച്ച് 1-2 ഡ്രോപ്സ് ഓഫ് ബ്ലഡ് മാത്രം മതി. അപ്പൊ അങ്ങനത്തെ ടെസ്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാപ്പിലറി ബ്ലഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് സാമ്പിൾസ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീനസ് ബ്ലഡ് കളക്ഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ വീനസ് ബ്ലഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ വെയിനിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് വീനസ് ബ്ലഡ് കളക്ഷൻ അഥവാ വെനി പങ്ക്ചർ എന്ന് പറയുന്നത്. വീനസ് ബ്ലഡ് കളക്ഷൻ ഓർ വെനി പങ്ക്ചർ. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് പറയാം. ആദ്യം നമുക്ക് എന്ത് വേണം, കളക്ഷൻ ട്യൂബ് വേണം. ബ്ലഡ് കളക്ട് ചെയ്തതിനു ശേഷം ഈ ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യണം, സിറിഞ്ചിൽ നിന്നും വേറൊരു ട്യൂബിലേക്ക് മാറ്റണം. അതിനെയാണ് എന്ത് പറയുന്നത്, കളക്ഷൻ ട്യൂബ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ട്യൂബ്സ് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞതാണ്, അവർക്ക് എന്തുണ്ടായിരിക്കും, റബ്ബർ സ്റ്റോപ്പേഴ്സ്, റബ്ബർ മൂടികൾ ഉണ്ടായിരിക്കും. അതെന്താണ്, കളർ കോഡഡ് ആണ്.
അപ്പൊ കളർ കോഡഡ് എന്തിന്റെ ബേസിസിലാണ്? ആ ഒരു ട്യൂബിൽ എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്, എന്ത് അഡിറ്റീവ് ആണ്, ആന്റി കൊയാഗുലന്റ് ആഡ് ചെയ്തിട്ടുണ്ടോ? ആന്റി കൊയാഗുലന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് ആന്റി കൊയാഗുലന്റ് ആണ്? കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റി കൊയാഗുലന്റ് ഉണ്ട്. EDTA ആണോ, സിട്രേറ്റ് ആണോ, ഹെപ്പാരിൻ ആണോ, അങ്ങനെ ഏത് ആന്റി കൊയാഗുലന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്? ഇനി ആന്റി കൊയാഗുലന്റ് ആഡ് ചെയ്തിട്ടില്ലേ? അപ്പൊ ഇതിന്റെ ഒക്കെ ബേസിസിലാണ് ഈ ഒരു കളർ കോഡിങ് വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഡിഫറെന്റ് സൈസസിലും എന്താണ് ഈ ഒരു കളക്ഷൻ ട്യൂബ്സ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ നോക്കൂ, പിന്നെ നമുക്ക് എന്താ ആവശ്യം? നീഡിൽസ് ആവശ്യമാണ് അല്ലെ. നമ്മളെ സിറിഞ്ചിൽ എന്തുണ്ടായിരിക്കണം? നീഡിൽ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോൾ സിറിഞ്ചിന്റെ നീഡിൽ വേണം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ടൂർണിക്കറ്റ് വേണം. എന്താ ടൂർണിക്കറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും അല്ലെങ്കിൽ ചില ആൾക്കാർ കുറേ വട്ടെങ്കിലും വെയിനിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് പറഞ്ഞ ഈ സാധനം മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കൈയിന്റെ ഈ ഒരു കുറച്ച് മേൽഭാഗത്തായിട്ട് എന്ത് കിട്ടും? ഒരു റബ്ബർ വള്ളി പോലത്തെ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഇപ്പോൾ മിക്ക സ്ഥലത്തും ബാൻഡ് പോലത്തെ ഒരു സാധനം അവൈലബിൾ ആണ്. ഒരു പ്ലാസ്റ്റിക് സ്ട്രിപ്പ് പോലത്തത്, അല്ലെങ്കിൽ ഒരു ലാറ്റക്സിന്റെ ഒരു വയർ പോലത്തെ സാധനം, അത് അങ്ങോട്ട് അങ്ങോട്ട് കിട്ടും അല്ലെ. അതാണ് എന്ത്? ടൂർണിക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഒന്നല്ലെങ്കിൽ അത് എന്തായിരിക്കും? ലാറ്റക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്ട്രിപ്പ് ആയിരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് അവിടെയുള്ള നമ്മുടെ ആ ഒരു ബ്ലഡ് എടുക്കാൻ പോകുന്ന വെയിൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഒന്ന് വലുതായി കാണാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരുടെ ഒക്കെ വെയിന് നല്ല കുഞ്ഞു വെയിനായിരിക്കും, അപ്പൊ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ വെയിൻസിനൊക്കെ ഒന്ന് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ആ ഒരു സ്ഥലത്ത് ബ്ലഡ് കുറച്ചിങ്ങനെ ഒന്ന് കുറച്ചു നേരം ബ്ലഡ് ഒന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ബ്ലഡ് എളുപ്പം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ വെയിൻസിനെ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ടൂർണിക്കറ്റ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് വേണം? ആൽക്കഹോൾ വൈപ്സ് വേണം അല്ലേ. അതായത് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള വൈപ്പുകൾ വേണം. അപ്പൊ ഏതാണ് ആൽക്കഹോൾ നമുക്ക് വേണ്ടത്? 70% ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആണ് നമുക്ക് വേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആൽക്കഹോൾ വൈപ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നാൽ മതി? കോട്ടൺ മതി. ആ കോട്ടണിൽ നമ്മൾ ആൽക്കഹോൾ സെപ്പറേറ്റ് ഒഴിച്ചിട്ട് അത് യൂസ് ചെയ്താലും മതി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു 70% ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോൾ തന്നെ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് അല്ലെ. നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ എത്രയോ സ്ഥലത്ത് കോണ്ടാക്ട് വരുന്ന ഒരു സാധനമാണ്. അപ്പൊ ചിലപ്പോൾ സ്കിന്നിൽ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? മൈക്രോ ഓർഗാനിസം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സിറിഞ്ച് ആയതിൽ നീഡില് നമ്മൾ വെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു മുറിവ് അല്ലെങ്കിൽ ചെറിയൊരു സൈറ്റ് വരികയാണ്. അപ്പൊ അതിൽ കൂടെ എന്ത് ചെയ്യാം? മൈക്രോ ഓർഗാനിസത്തിന് ഉള്ളിലേക്ക് പെട്ടെന്ന് കയറാം അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ നമ്മൾ ബ്ലഡ് എടുക്കാൻ പോകുന്ന ആ ഒരു ഭാഗത്ത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അവര് അവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോട്ടൺ എടുത്തിട്ട് അതിൽ കുറച്ച് ആൽക്കഹോൾ ആക്കുന്നു, അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ വൈബ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ബ്ലഡ് എടുക്കാൻ പോകുന്ന സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സർക്കുലർ മോഷനിൽ ഇങ്ങനെ എന്ത് ചെയ്യും? ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആൽക്കഹോൾ വൈപ്സ് യൂസ് ചെയ്യുന്നത്, ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ട്. ഇനി അല്ലെങ്കിൽ പിന്നെ എന്താണ്? പിന്നെ നമുക്ക് വേണ്ടതാണ് ഗ്വേസ് സ്പോഞ്ചസ് വേണം. അതായത് ജസ്റ്റ് കോട്ടൺ പോലത്തെ സാധനം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സിറിഞ്ചും നീഡിലും അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ബ്ലഡ് കൂടുതലാണ് ചിലപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒന്നല്ലെങ്കിൽ സ്പോഞ്ചോ അല്ലെങ്കിൽ കോട്ടണോ അങ്ങനെ എന്തെങ്കിലും വെക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഇപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യും? അവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള നമുക്കൊരു ടാപ്പ് ഒട്ടിച്ച് തരും അല്ലെ, ഒരു ബ്രൗണിഷ് കളറിലുള്ള. അപ്പൊ അതും നമുക്ക് എന്ത് വേണം? വീനസ് ബ്ലഡ് കളക്റ്റിന് വേണം. പിന്നെ എന്തൊക്കെ വേണം? നീഡില് നമുക്ക് കളയാനുള്ളൊരു യൂണിറ്റ്, അല്ലെങ്കിൽ ഈ ഒരു നീഡിലുണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു യൂണിറ്റ്. പിന്നെ ബ്ലഡ് എടുക്കുന്ന ആളെ നമ്മൾ പറയുന്നതാണ് ഫ്ലബറ്റോമിസ്റ്റ്. ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്താ പറയുന്നത്? ഫ്ലബറ്റോമിസ്റ്റ്. അപ്പൊ ആൾ എന്തിടണം? ഗ്ലൗസ് ഇട്ടിരിക്കണം. ആ ഗ്ലൗസ് ലാറ്റക്സോ റബ്ബറോ വിനൈലോ വെച്ചിട്ടുള്ളൊരു ഗ്ലൗസ് എന്തായാലും ഫ്ലബറ്റോമിസ്റ്റ് ഇട്ടിരിക്കണം. പിന്നെ ചിലപ്പോൾ ആൾക്ക് വേണമെങ്കിൽ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഐ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഈ ബ്ലഡ് കളക്ഷന് ഇപ്പൊ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇപ്പൊ എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്തു? സിറിഞ്ച് യൂസ് ചെയ്തു, നീഡൽ യൂസ് ചെയ്തു, ഗ്ലൗസ് യൂസ് ചെയ്തു, കോട്ടൺ യൂസ് ചെയ്തു, അല്ലെങ്കിൽ വൈപ്സ് യൂസ് ചെയ്തു. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇനി ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം?
കറക്റ്റ് ആയിട്ട് ഡിസ്പോസൽ ചെയ്യണം. അത് എല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ കണ്ടെയ്നറിൽ കൊണ്ടുപോയി ഇടാൻ പറ്റില്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സിലാണ് ഇടുക. അത് കറക്റ്റ് ആയിട്ടൊരു ഡിസ്പോസൽ മെത്തേഡ് തന്നെ ഉണ്ട്. ഇപ്പോൾ നീഡിൽ ഏത് കണ്ടെയ്നറിലാണോ ഇടുന്നത് ആ കണ്ടെയ്നർ നമുക്ക് കോട്ടൺ ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഓരോന്നും ഏത് കണ്ടെയ്നറിലാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വീനസ് ബ്ലഡ് കളക്ഷന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്. അപ്പൊ ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ കളർ കോട്ടഡ് ബ്ലഡ് കളക്ഷൻ ട്യൂബ്സ്. കണ്ടോ, നമുക്ക് പല കളറിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെല്ലോ കളേർഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതേപോലെ ഗ്രേ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ എന്താണ് പേർപ്പിൾ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കളറിലുള്ള ആന്റികോയാഗുലേറ്റഡ് കോട്ടഡ് ട്യൂബ്സ് അല്ലെങ്കിൽ വാക്യൂട്ടൈനേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ കളർ കോഡ്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കളക്ഷൻ ട്യൂബിന്റെ മൂടി റെഡ് കളറാണ്. റെഡ് കളർ ആണെങ്കിൽ എന്താണ് അർത്ഥം? ആ ഒരു ട്യൂബിൽ ആന്റി കൊയാഗുലന്റ് ഒന്നും തന്നെ ഇല്ല. ആ ഒരു ട്യൂബിൽ ആന്റി കൊയാഗുലന്റ് ആഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ആ ഒരു ട്യൂബ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? നമുക്ക് വേണ്ട നമുക്ക് വേണ്ട സാമ്പിള് സിറം ആണെങ്കിൽ നമ്മൾ ഏത് ട്യൂബാണ് യൂസ് ചെയ്യേണ്ടത്? റെഡ് മൂടിയുള്ള വാക്യൂട്ടൈനേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറമാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ. ഓക്കെ, അടുത്തത് ഗ്രേ കളേർഡ് ആണ് ട്യൂബിന്റെ മൂടിയെങ്കിൽ അതിനർത്ഥം അതിലുള്ള ആന്റി കൊയാഗുലന്റ് ഏതാണ്? സോഡിയം ഫ്ലൂറൈഡ് എന്ന ആന്റി കൊയാഗുലന്റ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേ കളേർഡ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏതാണ്? പർപ്പിൾ കളർ ആണെങ്കിൽ ഏതാണ് ആന്റികൊയാഗുലന്റ്? എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ഓർ സിംപ്ലി EDTA. ഏതാണ്? എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അപ്പോൾ ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? EDTA കോട്ട് ചെയ്തിട്ടുള്ള ട്യൂബ്സ് നമുക്ക് ഹെമറ്റോളജിക്കൽ ടെസ്റ്റിന് യൂസ് ചെയ്യാം. അതേപോലെ ESR, അതായത് ESR, പിന്നെ കുറെ ടെസ്റ്റുകൾ ഉണ്ട് ഹെമറ്റോളജിയിൽ വരുന്നത്, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നോക്കൂ, ബ്ലൂ ആണെങ്കിൽ ഏതാ ആന്റികൊയാഗുലന്റ്? 3.2% സോഡിയം സിട്രേറ്റ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ആന്റികൊയാഗുലന്റ്. ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ക്ലോട്ടിംഗ് സ്റ്റഡീസ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ സ്റ്റഡീസ്, പ്രോത്രോംബിൻ, ടൈം, അങ്ങനത്തെ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ ആണെങ്കിൽ ഏതാ? ഹെപ്പാരിൻ. ഈ ആന്റികൊയാഗുലൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത് നമ്മൾ പിന്നെ പഠിക്കാം കേട്ടോ. ഓരോ ആന്റികൊയാഗുലന്റിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഇനി ഹെപ്പാരിൻ ആണെങ്കിൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ബോൺ മാരോ സ്റ്റഡീസിനാണ് നമ്മൾ ഹെപ്പാരിൻ എന്ന ആന്റികൊയാഗുലന്റ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓറഞ്ച് ആണെങ്കിലോ എന്താ? സിട്രേറ്റ് വെച്ചിട്ടുള്ള ബ്ലഡ് എന്തിനാ? ബ്ലഡ് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിട്രേറ്റ് അതിലുള്ള ബ്ലഡ് യൂസ് ചെയ്യുന്നത്. ഇനി EDTN തന്നെ വേറൊരു വേരിയന്റ് കൂടി ഉണ്ട്, ലൈറ്റ് പർപ്പിൾ ആണിത്. ഇതെന്താണ്? ഈ ഒരു വേരിയന്റ് EDTA K2 എന്നുള്ള വേരിയന്റ് ആണ്. ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ബ്ലഡ് ബാങ്ക് ടെസ്റ്റുകൾ, അതേപോലെ ബ്ലഡ് ഗ്രൂപ്പിംഗ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലൈറ്റ് പർപ്പിൾ കളേർഡ് EDTA ട്യൂബ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എങ്ങനെയാണ് വെയിനിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യാന്ന് പറയാൻ പോവാണ്. അതിനു മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കറിയാലോ, നമ്മളിപ്പോൾ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലബറ്റോമിസ്റ്റ് ആദ്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കൈ ഇങ്ങനെ നോക്കിയിട്ട് കൈയിലെ വെയിൻസ് ഒക്കെ നോക്കുമല്ലേ, അവിടെ ഇങ്ങനെ ആളുടെ കൈയോട് ഇങ്ങനെ തൊട്ട് നോക്കും നമ്മുടെ വെയിൻസ് ഒക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ഫ്ലബറ്റോമിസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഏറ്റവും നന്നായിട്ട് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന വെയിൻ ഏതാന്ന് നോക്കുക, ആ വെയിനെ ഫീൽ ചെയ്ത് നോക്കുകയാണ്. എന്നാലാണ് കറക്റ്റ് വെയിനിന്റെ ഉള്ളിലേക്ക് തന്നെ നീഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആ ഫ്ലബറ്റോമിസ്റ്റിന്റെ ഇൻഡെക്സ് ഫിംഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവിരല്, അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? വെയിനിനെ നമ്മളിങ്ങനെ ഫീൽ ചെയ്യുക. അതാണ് പാൾപ്പേറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. വെയിനിനെ നമ്മൾ ഫീൽ ചെയ്യുക. എന്നിട്ട് ആ വെയിനിന്റെ ജസ്റ്റ് ആ വെയിനിനെ കുറച്ചൊന്ന് ഫീൽ ചെയ്ത് നോക്കുക. വെയിനിന്റെ ഒരു ഇത്തിരി ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ പാത്ത് ഒന്ന് നമ്മൾ ട്രേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ട് 3 വെയിനുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സെഫാലിക് വെയിൻ, ബേസിലിക് വെയിൻ, മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ. അപ്പൊ ഇതിൽ ഏത് വെയിൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം.
മെയിൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട അവിടുത്തെ വലിയ വെയിൻ വേണം സെലക്ട് ചെയ്യാൻ. പിന്നെ ചില ആൾക്കാരുടെ എന്ന് പറയുമ്പോൾ വെയിൻസ് ഒന്നും കാണുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഇതില് ഏത് വെയിനാണോ കുറച്ച് പ്രോമിനന്റ് ആയി നിൽക്കുന്നത് ആ വെയിന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി വെയിന് പെട്ടെന്ന് കാണുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എന്ത് ചെയ്യാം, ആ കൈയിന്റെ നമ്മുടെ ആമിൽ നിന്നും ബ്ലഡ് വെയിനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിസ്റ്റ് പോർഷനിൽ നിന്നും എൽബോക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു 2 വിരൽ യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ, ഇങ്ങനെ അടിച്ചു കൊടുക്കും നമ്മുടെ ഈ ഒരു എൽബോന്റെ പോർഷന്റെ അവിടെ. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, കുറച്ചൊരു നനവുള്ള ഒരു ചൂടുള്ള ക്ലോത്ത് ഒക്കെ വെക്കാം. അപ്പൊ അങ്ങനെ തീരെ വെയിൻ കാണുന്നില്ല എന്നാണെങ്കിലാണ് നമ്മുടെ എന്ത് ചെയ്യുന്ന ഫ്ലബറ്റോമിസ്റ്റുകൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ വെയിൻ ആണ്? സെഫാലിക് വെയിൻ ഉണ്ട്, ബേസിലിക് വെയിൻ ഉണ്ട്, മീഡിയൻ, ക്യൂബിറ്റൽ വെയിൻ ഉണ്ട്. അപ്പൊ ഈ വെയിൻസ് അല്ലെങ്കിൽ പിന്നെ ഏതൊക്കെയാണ്? ബ്രാക്കിയൽ വെയിൻ, ആക്സിലറി വേവ്, സബ്ക്ലേവിയൻ വേവ്. പക്ഷെ ഈ 3 വെയിൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള വെയിനുകളാണ്. നമ്മൾ മാക്സിമം ആ വെയിൻസ് ഒന്നും എടുക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സെഫാലിക്, അല്ലെങ്കിൽ ബേസിലിക്, അല്ലെങ്കിൽ മീഡിയൻ, ക്യൂബിറ്റൽ, ഇതിൽ ഏതെങ്കിലും ഒരു വെയിൻ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ പ്രൊസീജിയർ പറയാൻ പോവാണേ. അപ്പൊ എപ്പോഴും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, വെയിനിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് അതൊക്കെ എന്ത് ചെയ്യണം, ആദ്യം തന്നെ കൊടുന്ന് വെക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഫ്ലബറ്റോമിസ്റ്റ് എന്ത് ചെയ്യണം, ആളുടെ കൈ നന്നായിട്ട് സോപ്പും വാട്ടറും യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അതിനുശേഷം ഗ്ലൗസ് യൂസ് ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക, ഡിസ്പോസിബിൾ ഗ്ലൗസ് തന്നെ യൂസ് ചെയ്യുക. അതായത് ആ ഗ്ലൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, കളയാം. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. കളക്ഷൻ ട്യൂബിന്റെ മേലെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എഴുതാനുള്ള ലേബൽ ഉണ്ടായിരിക്കും. അതിൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ അതൊക്കെ എഴുതാം. എന്നിട്ട് പേഷ്യന്റ് എന്ത് ചെയ്യുക, നമ്മൾ പൊസിഷൻ ചെയ്യുവാണ്. പേഷ്യന്റിന്റെ അടുത്ത് ഇരിക്കാൻ പറയും. എന്നിട്ട് എന്താ പറയുക, ഒരു കസാരയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ നീട്ടി വെക്കാൻ പറയും. അല്ലെങ്കിൽ കിടക്കാൻ പറയാം, അത് അല്ലെങ്കിൽ ഒരു ബെഡിൽ ഇരിക്കാനൊക്കെ പറയാം കേട്ടോ. മോസ്റ്റ് കോമൺലി വീനസ് ബ്ലഡ് കളക്ഷനിൽ നമ്മളൊരു ചെയറിൽ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഇരിക്കാനാണ് പറയുക. എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടി ഇരിക്കാൻ പറയും. അപ്പൊ ആ ഒരു ഇരിക്കാൻ പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, നമ്മുടെ കൈ ഇങ്ങനെ നീട്ടിയിരിക്കുന്ന ആ ഒരു പൊസിഷനെ നമുക്ക് എന്ത് പറയാം, സുപ്പിനേഷൻ പൊസിഷൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ കൈ അങ്ങനെ നീട്ടി വെച്ചിട്ട് പിന്നെ എന്താണ് ഫ്ലബറ്റോമിസ്റ്റ് ചെയ്യേണ്ടത്, വെയിനെ ഐഡന്റിഫൈ ചെയ്യണം. ഏത് വെയിനാണ് ബ്ലഡ് എടുക്കാൻ പോകുന്നത് എന്നാള് തീരുമാനിക്കണം. കണ്ടോ, ഇപ്പൊ ഈ ഒരു സെന്ററിൽ കാണുന്ന ഈ ഒരു ബ്ലഡില്ലേ, അതാണ് ബ്ലഡ് അല്ല, വെയിനില്ലേ, അതാണ് മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ. എപ്പോഴും സെന്ററിലുള്ള വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കുറച്ചുകൂടെ കാണുന്നതും പിന്നെ വേദന കുറയാനുള്ള ചാൻസ് ഒരു മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ അല്ലെങ്കിൽ സെന്ററിൽ കാണുന്ന വെയിനിൽ നിന്നും ബ്ലഡ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ടൂർണിക്കറ്റ് എന്ന സാധനം. പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ, ബ്ലഡ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ മടക്കി പിടിക്കാൻ പറയണം അല്ലെ. ഓക്കെ, അപ്പൊ അതിൽക്കൊക്കെ നമ്മൾ എത്തണേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഏതാണ് വെയിൻ എന്ന് ഫ്ലബറ്റോമിസ്റ്റ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മുടെ പങ്ക്ചർ സൈറ്റിൽ നിന്നും ഒരു 3 to 4 ഇഞ്ചസേക്ക് മേലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൂർണിക്കറ്റ് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടുക. ഈ ടൂർണിക്കറ്റ് അധിക നേരം കെട്ടിയിട്ട് അങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ. കാരണം എന്താണ്, അവിടുത്തെ ബ്ലഡ് വെസൽസിനൊക്കെ അതിങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ കുറെ നേരം ടൂർണിക്കറ്റ് കെട്ടി വെക്കാനൊന്നും പാടില്ല. ഓക്കെ, അപ്പം അത് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് ചെയ്യുക, പേഷ്യന്റിന്റെ അടുത്ത് കൈ ഇങ്ങനെ മടക്കി പിടിക്കാൻ പറയാം, നമ്മുടെ ഫിസ്റ്റ് ഇങ്ങനെ മടക്കി പിടിക്കാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ആൽക്കഹോൾ, ഒരു നമ്മുടെ കോട്ടനോ അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ വൈപ്പോ എടുത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, പങ്ക്ചർ സൈഡ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഇങ്ങനെ ഡിസിൻഫെക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക. ഡ്രൈ ആവാത്ത സ്ഥലത്ത് ഒരിക്കലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ബ്ലഡ് എടുക്കരുത്, ഇഞ്ചെക്ട് ചെയ്യരുത്. എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ബ്ലഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആക്കിയ ഒരു ആൽക്കഹോൾ ഡ്രൈ ആക്കുക. അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നീഡിൽ ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും നമുക്ക് എത്രയാണോ ബ്ലഡ് ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള ബ്ലഡിന്റെ പാകത്തിനുള്ള സിറിഞ്ചും നീഡിലും എടുത്താൽ മതി. സിറിഞ്ചും നീഡിലൊക്കെ പല സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് ബ്ലഡ് ആവശ്യമുള്ള വെച്ചാൽ നമ്മൾ ജസ്റ്റ് 2.5 ml സിറിഞ്ച് അവൈലബിൾ ആണ്, അതെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അധികം ബ്ലഡ് വേണമെങ്കിൽ 5 ml അവൈലബിൾ ആണ്. അപ്പൊ എത്ര ബ്ലഡ് ആണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സിറിഞ്ചും നീഡിലും വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ സിറിഞ്ചും നീഡിലും നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, സിറിഞ്ചിന്റെ മേലെ നീഡിൽ കറക്റ്റ് ആക്കാൻ ഒരു പൊസിഷൻ ഒക്കെ ഉണ്ട്. അത് കറക്റ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒരിക്കലും നമ്മൾ നീഡിലിന്റെ മേലെ ഡയറക്റ്റ്ലി ടച്ച് ചെയ്യാൻ പാടില്ല. നീഡിലിന് എപ്പോഴും ഒരു മൂടി ഉണ്ടായിരിക്കും. ആ മൂടി വെച്ചിട്ട് വേണം നമ്മൾ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിറിഞ്ചിന്റെ മേലെ കറക്റ്റ് നീഡിൽ ഫിക്സ്ഡ് അല്ലേ എന്ന് നോക്കുക.
ഫിക്സ്ഡ് അല്ലേ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഈ ഒരു നീഡിലിന്റെ മേലെ സിറിഞ്ച് ഫിക്സ് ഒക്കെ നമുക്ക് ടൂർണിക്കറ്റ് കെട്ടുന്നതിന് മുന്നേ ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ സിറിഞ്ചിന്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ഇരിക്കുന്നുണ്ടോ നോക്കുക. എയർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ എയർ ഒന്ന് കളയണം. എന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സിറിഞ്ച് നമ്മൾ സെറ്റാക്കി ഇനി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്ലബറ്റോമിസ്റ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പേഷ്യന്റിന്റെ എൽബോ മുട്ടിന്റെ ഭാഗം നമുക്ക് പിടിക്കാം. എന്നിട്ട് എന്താണ്, നമ്മുടെ സിറിഞ്ച് എടുക്കുക. സിറിഞ്ച് എടുത്തിട്ട് നീഡിലിന്റെ ആ ഒരു മൂടി തുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സ്കിന്നിന്റെ പാരലായിട്ട് ഒരു നീഡിൽ പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് നമ്മൾ വെയിനൊക്കെ ഐഡന്റിഫൈ ചെയ്തു. പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, 30 to 40 ഡിഗ്രി ആംഗിളിൽ നമ്മുടെ വെയിനിലേക്ക് നീഡിലിനെ പതുക്കെ ഇൻസേർട്ട് ചെയ്യുക. പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യരുത്, പതുക്കെ വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മെല്ലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഒരു 1 to 1.5 സെന്റിമീറ്റർ ഡെപ്ത്, നമ്മുടെ വെയിനിന്റെ ഡെപ്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നീഡിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നീഡിലും സിറിഞ്ചും കൂടെ കണക്ഷൻ വരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിക്കാം. പിന്നെ ഒരു കൈ കൊണ്ട് നമ്മൾ എവിടെ പിടിക്കണം, നമ്മുടെ സിറിഞ്ചിന്റെ ഹബ്ബിൽ പിടിക്കണം. അതായത് സിറിഞ്ചിനെ നമുക്കിങ്ങനെ വലിക്കാനും താഴ്ത്താനും പറ്റുന്ന ഒരു സാധനം ഇല്ലേ, അതിനെ പിടിക്കണം. ഓക്കെ, എന്നിട്ട് അതിന്റെ ഹബ്ബ് എന്നല്ല പറയാം, സിറിഞ്ചിന്റെ പിസ്റ്റൺ എന്നാണ് കേട്ടോ പറയാം. നമ്മൾ ഈ വലിക്കണം താഴ്ത്തുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയുന്നു, സിറിഞ്ചിന്റെ പിസ്റ്റൺ എന്നാണ് പറയാം. അപ്പൊ നമ്മൾ നമ്മൾ നീഡില് വെയിനിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി സിറിഞ്ചിന്റെ ഹബ്ബ് പോർഷൻ ഉണ്ട്. അതായത് ഇതിപ്പോ നീഡിലാണ്, ഇങ്ങോട്ട് സിറിഞ്ചാന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കറക്റ്റ് നീഡില് വെയിനിന്റെ ഉള്ളിലേക്കാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഹബ്ബ് പോർഷനിലേക്ക് ബ്ലഡ് വന്നിട്ടുണ്ടായിരിക്കും. ആ ബ്ലഡ് വന്നെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സിറിഞ്ചിന്റെ പിസ്റ്റൺ നമ്മൾ എന്ത് ചെയ്യുന്നു, മെല്ലെ മെല്ലെ നമ്മൾ പിന്നിലേക്ക് വലിക്കും. ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, വലിക്കരുത്. കുറച്ച് ടൈം എടുത്ത് മെല്ലെ വേണം പിസ്റ്റൺ പിന്നിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മെല്ലെ വലിച്ചിട്ട് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള ബ്ലഡ്, അത്രയും ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യുക, സിറിഞ്ചിന്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പിന്നെ ഞാനിപ്പോ പറഞ്ഞു, നമ്മൾ മെല്ലെ എന്ത് ചെയ്യണം, ഈ ഒരു പിസ്റ്റൺ പിന്നിലേക്ക് വിളിക്കണം. അതേപോലെ നമ്മൾ ഒരൊറ്റ വട്ടം കൈ എടുക്കാതെ അത് കംപ്ലീറ്റ്ലി സിറിഞ്ച് ഫില്ല് ചെയ്യുക. അല്ലാതെ ഒന്ന് ഫില്ല് ചെയ്തു പിന്നെ കൈ എടുത്ത് പിന്നെയും ചെയ്യുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അങ്ങനെ സിറിഞ്ച് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നീഡിൽ എടുക്കരുത്. പകരം നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ടൂർണിക്കറ്റ് ഊരണം. ടൂർണിക്കറ്റ് ഊരിയതിന് ശേഷം വേണം മാത്രം നമ്മൾ നീഡിൽ എടുക്കാൻ വേണ്ടിയിട്ട്. നീഡിൽ എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു പങ്ക്ചർ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു നല്ലൊരു കോട്ടൺ അവിടെ വെച്ചു കൊടുക്കുക. എന്നിട്ട് കൈ എന്ത് ചെയ്യുക, നമ്മൾ മടക്കി ഇങ്ങനെ പിടിക്കാൻ പറയാം അല്ലെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു കൈ കുറച്ചൊരു 3 to 5 minutes ഇങ്ങനെ മടക്കാൻ പറയാം. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ബ്ലീഡിങ് നിൽക്കുന്ന വരെ കൈ ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സിറിഞ്ചിൽ നിന്നും നീഡിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഒരു ബ്ലഡിനെ ഏതാണോ നമുക്ക് ആവശ്യമുള്ള കണ്ടെയ്നർ, ഏത് ആന്റികോയാഗുലന്റ് കോട്ടഡ് കണ്ടെയ്നർ ആണോ അല്ലെങ്കിൽ ആന്റികോയാഗുലന്റ് ഇല്ലാത്ത കണ്ടെയ്നർ ഏതാച്ചെങ്കിൽ നമ്മൾ കറക്റ്റ് ബ്ലഡ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു നീഡിലൊന്നും നമുക്ക് ആവശ്യമില്ല, നീഡിലേക്ക് നമുക്ക് അപ്പം തന്നെ കളയാം. സിറിഞ്ചും നമുക്ക് അപ്പം തന്നെ കളയാം. ഓക്കെ, ഒരിക്കലും നമ്മളത് പിന്നെ റീയൂസബിൾ ആയിട്ടുള്ള സിറിഞ്ചും നീഡിലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ കൈയിന്റെ മേലെ നമുക്കൊരു ബാൻഡേജോ ഒരു ടേപ്പോ അതും കൂടെ എന്ത് ചെയ്യാം, ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ അത്രയാണ് എന്ത് വരുന്നത്, വീനസ് ബ്ലഡ് കളക്ഷൻ വരുന്നത്. വളരെ സിമ്പിൾ ആണ്, നമ്മളൊക്കെ അത് നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അതിൽ കുറച്ച് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് മാത്രമാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടുള്ളൂ. ഇനി എന്തൊക്കെയാണ് നമ്മളൊരു പ്രിക്വേഷൻസ് എടുക്കേണ്ടത്, ബ്ലഡ് കളക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എന്ത് ചെയ്തിരിക്കണം, ഗ്ലൗസ് എന്തായാലും ഇട്ടിരിക്കണം, ലാബ് കോട്ട് ഇട്ടിരിക്കണം. അതേപോലെ എന്ത് ചെയ്യുക, ഫ്ലബറ്റോമിസ്റ്റ് തന്റെ കൈ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രം ഗ്ലൗസ് ഇടുക. ഇനി എവിടെയാണോ ബ്ലഡ് എടുക്കുന്നത് ആ സൈറ്റിൽ കറക്റ്റ് ആയിട്ട് നന്നായിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുക. അതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെയിൻ എന്തായിരിക്കണം, നന്നായിട്ട് കാണുന്ന വെയിൻ ആയിരിക്കണം. കുഞ്ഞ വെയിനൊന്നും സെലക്ട് ചെയ്യാതെ കുറച്ച് വലുതായിട്ട് കാണുന്ന വെയിൻ തന്നെ സെലക്ട് ചെയ്യുക. എപ്പോഴും നീഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 to 40 ഡിഗ്രി ആംഗിൾ ആയിരിക്കണം. അതേപോലെ നമ്മൾ ബ്ലഡ് സിറിഞ്ചിന്റെ ഉള്ളിൽ ഫുള്ള് കയറി കഴിഞ്ഞാൽ ആദ്യം ടൂർണിക്കറ്റ് ഊരുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, നീഡിൽ ആ ഒരു സ്ഥലത്ത് നിന്നും എടുക്കുക.
അതേപോലെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഈ ഒരു കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്റ്റെറൈലായിട്ട് യൂസ് ചെയ്യാത്ത സ്റ്റെറൈലായിട്ടും അതേപോലെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന നീഡിലും സിറിഞ്ചും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ബ്ലഡ് സാമ്പിൾ ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, എപ്പോഴും എന്തായിരിക്കണം നമ്മൾ സൂക്ഷിച്ചിരിക്കണം. കാരണം ആൾക്ക് എന്തൊക്കെ പേഷ്യന്റിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ആ ഒരു ബ്ലഡിനായിട്ട് നമുക്ക് ഡയറക്റ്റ് സ്കിൻ കോണ്ടാക്റ്റോ നമ്മുടെ കണ്ണിലേക്കോ എങ്ങോട്ടും ആവാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് വീനസ് ബ്ലഡ് കളക്ഷൻ. ഇപ്പൊ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തു അല്ലെ. ഇനി നമുക്ക് ഹോൾ ബ്ലഡ് ആണ് വേണ്ടതെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആന്റികോയാഗുലൻ കോട്ട് ചെയ്ത് ട്യൂബിൽ നമ്മൾ അത് കളക്ട് ചെയ്ത് വെച്ച് പിന്നെ ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കാം. പക്ഷെ നമുക്ക് ആ ഒരു ബ്ലഡിൽ നിന്നും സെറം അല്ലെങ്കിൽ പ്ലാസ്മയാണ് വേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രിഫ്യൂഗേഷൻ ചെയ്യണം അല്ലെ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ലിക്വിഡ്സിൽ നിന്നും അതിലുള്ള സോളിഡ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോഴ്സസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. നമ്മുടെ സാമ്പിളിൽ നമ്മൾ ഒരു ആക്സിസിന്റെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും, ഒരു ഇത്ര ഫിക്സ്ഡ് സ്പീഡിൽ ഇത്ര ടൈമിൽ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാമ്പിളിലുള്ള ലിക്വിഡും സോളിഡും ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെ നമ്മൾ എന്ത് പറയുന്നു, സെൻട്രിഫ്യൂജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്ലഡിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആ ബ്ലഡിൽ ഇറങ്ങിയിട്ടുള്ള RBC ഉണ്ടല്ലോ, അത് ഏറ്റവും താഴെ പോയിട്ട് കിടക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ RBCക്കാണ് ഏറ്റവും കനം കൂടുതലുള്ള സാധനമായിരിക്കും സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോയിട്ട് കിടക്കുക. അപ്പൊ ടെസ്റ്റ് ട്യൂബിന്റെ ഏറ്റവും താഴെ എന്തുണ്ടായിരിക്കും, സെൻട്രിഫ്യൂജ് ചെയ്ത ആ ഒരു ട്യൂബിന്റെ ഏറ്റവും താഴെ എന്തുണ്ടായിരിക്കും, RBC ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ മേലെ എന്തുണ്ടായിരിക്കുക, പ്ലാസ്മ അല്ലെങ്കിൽ സിറം. നമ്മൾ ആന്റി കൊയാഗുലേറ്റഡ് ബ്ലഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പ്ലാസ്മ കിട്ടും. ഇനി ആന്റി കൊയാഗുലന്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ സെറം കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി പ്ലാസ്മയാണ് നമുക്ക് ആവശ്യം. ഏത് സാമ്പിളാണ് നമുക്ക്, പ്ലാസ്മയാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തതിനു ശേഷം 1 മണിക്കൂറിന്റെ ഉള്ളിലാണ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം സെറം ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു അരമണിക്കൂർ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കണം. റൂം ടെമ്പറേച്ചറിൽ തന്നെ ആ ഒരു കണ്ടെയ്നറിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെല്ലെ അതിൻ്റെ ഒരു ടോപ്പ് മെല്ലെ എന്തെങ്കിലും ജസ്റ്റ് ലൂസായി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ എന്ത് കിട്ടും, സെറം കിട്ടും. ഇനി സെറത്തിനാണെങ്കിലും പ്ലാസ്മയ്ക്കാണെങ്കിലും ഏതാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ജസ്റ്റ് 10 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. ഇനി നമ്മൾ എത്ര സ്പീഡിലാണ് ചെയ്യേണ്ടത്, 850 to 1000 RCF. RCF മീൻസ് എന്താണ്, അതിന്റെ സ്പീഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് RCF എന്ന് വെച്ചിട്ടാണ് സ്പീഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഈ സ്പീഡ് പറയാൻ നമ്മൾ RPM എന്നൊരു സംഭവം കൂടെ യൂസ് ചെയ്യും, റെവല്യൂഷൻ പെർ മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, എത്രയാണ് സ്പീഡ് വേണ്ടത്, 850 to 1000. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്പീഡ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത്, വീനസ് ബ്ലഡ് കളക്ഷനും അതിനുശേഷമുള്ള സെറം ഓർ പ്ലാസ്മ സെപ്പറേഷൻ. അപ്പൊ ഇതോടുകൂടെ നമ്മുടെ വീനസ് ബ്ലഡ് കളക്ഷൻ കഴിഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് കാപ്പിലറി ബ്ലഡ് കളക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് കളക്ഷൻ മെത്തേഡാണ് കാപ്പിലറി. കാപ്പിലറീസിൽ നിന്നും സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ് ആയിട്ടുള്ള കാപ്പിലറീസിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് കാപ്പിലറി ബ്ലഡ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കാപ്പിലറി ബ്ലഡ് കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്നുമാണ്. എവിടെ, ഈ ഒരു ഫിംഗർ ടിപ്പ്, ഈ ഒരു ടിപ്പിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അത് കൂടാതെ നമ്മൾ കുഞ്ഞു പിള്ളേരാണ്, ഇൻഫന്റ് ആണ്, അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ വെയിൻസ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ കൈ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് വെയിൻസിൽ നിന്നും ബ്ലഡ് എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വയസ്സായ ആൾക്കാരിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫിംഗർ ടിപ്പ് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇയർ ലോബ്സ്, ചെവിയുടെ പിൻഭാഗം, അല്ലെങ്കിൽ നമ്മുടെ കാലിന്റെ ഹീൽ പോർഷനിൽ അവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാപ്പിലറി ബ്ലഡ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഏതാണോ നമ്മുടെ സൈറ്റ് എങ്കിൽ ഫിക്സ് ചെയ്യുക. അവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആൽക്കഹോൾ വെച്ച് വൈപ്പ് ചെയ്യും, ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലാൻസെറ്റ് എന്ന സാധനമാണ് യൂസ് ചെയ്യുക. അത് വെച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരൊറ്റ കുത്ത്, അതിലെന്ത് വരും, ബ്ലഡ് വരും.
അപ്പൊ അങ്ങനെയാണ് ചെയ്യുക. അത് നമ്മൾ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇപ്പൊ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ നമ്മൾ എന്തിനൊക്കെ വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ പേഷ്യന്റ് ഇൻഫന്റ് ആണ്, കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ എന്താണ്, നമുക്ക് ആവശ്യം വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ബ്ലഡ് മാത്രമാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിനിൽ പോയിട്ട് കുറേ ബ്ലഡ് ഒന്നും എടുക്കണ്ട. പകരം എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഒരു ഫിംഗർ ട്രിപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു 1 or 2 ഡ്രോപ്സ് ബ്ലഡ് മതി. ഇപ്പൊ ചില ടെസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ, സെൽ കൗണ്ട് ചെയ്യുക, PCV, അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ച് ബ്ലഡ് മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എവിടെയൊക്കെയാണ് കാപ്പിലറി ബ്ലഡ് കളക്ഷന്റെ സൈറ്റ്സ് എവിടെയൊക്കെയാണ് കണ്ടത്, നമ്മുടെ ചെവിയുടെ ലോബ് അല്ലെങ്കിൽ കാലിന്റെ ഹീൽ പോർഷൻ, പിന്നെ ഇൻഡെക്സ് ഫിംഗറും സെന്റർ നടുക്കത്തെ ഫിംഗറിന്റെയും ഫിംഗർ ടിപ്സ്. ഓക്കെ, എന്നിട്ട് ഈ ബ്ലഡ് നമ്മൾ എന്താ ചെയ്യുക, കാപ്പിലറി ട്യൂബിലേക്ക് കളക്ട് ചെയ്തെടുക്കുക ചെയ്യുക. ഇതാണ് കാപ്പിലറി ട്യൂബ്. അതിലേക്ക് കാപ്പിലറി ആക്ഷൻ വഴി ബ്ലഡ് താനേ കയറും. അപ്പൊ കാപ്പിലറി ട്യൂബ്സിലേക്കാണ് ബ്ലഡ് കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് കാപ്പിലറി ബ്ലഡ് കളക്ഷൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, കാപ്പിലറി ട്യൂബ് വേണം, പിന്നെ ഗ്ലൗസ് വേണം, നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ള ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ലാൻസെറ്റ് വേണം, ആൽക്കഹോൾ വേണം, പിന്നെ ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു കോട്ടണോ അല്ലെങ്കിൽ ബാൻഡേജോ എന്തിനാണ് ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് ജസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്ത സാധനങ്ങൾ കളയാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സും വേണം. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യുക, പ്രൊസീജിയർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്യുക, പേഷ്യന്റിനെ പൊസിഷൻ ചെയ്യുക. ഇപ്പൊ എപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർക്ക് പേടി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ പേഷ്യന്റിനെ ഒന്ന് വാമപ്പ് ചെയ്യുക, കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആളടുത്തൊന്ന് കാഷ്വലി സംസാരിക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ പേഷ്യന്റിനെ പേടിപ്പിക്കാതിരിക്കുക. നമ്മൾ മെല്ലെ അതേപോലെ ബ്ലഡ് എടുക്കുന്നതിന് മുന്നേ ബ്ലഡ് എടുക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഏത് മെത്തേഡ് ഓഫ് ബ്ലഡ് കളക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതൊന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, എന്നിട്ട് പേഷ്യന്റിനെ പൊസിഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ നമുക്ക് ചെയറിൽ ഇരുത്താം, അല്ലെങ്കിൽ കിടത്താം, അല്ലെങ്കിൽ ഒരു ബെഡിൽ ഇരുത്താം. ഓക്കെ, എന്നിട്ട് പേഷ്യന്റിന്റെ കൈ ഒന്ന് നീട്ടി പിടിക്കാൻ പറയാം. പിന്നെ ഫ്ലബറ്റോമിസ്റ്റ് എന്ത് ചെയ്യണം, കൈ കഴുകിയിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കണം. അതിനുശേഷം ഏതാണോ സൈറ്റ് എങ്കിൽ നമ്മൾ ഫിംഗർ ടിപ്പ് ആണെങ്കിൽ ഫിംഗർ ടിപ്പ് സെലക്ട് ചെയ്യാം. ഇനി ചെവിയുടെ ലോബാണെങ്കിൽ അവിടുന്ന്, അല്ലെങ്കിൽ കാലാണെങ്കിൽ അവിടുന്ന്. നമ്മളിപ്പോൾ ഫിംഗർ ടിപ്പിൽ നിന്ന് എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്ലഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഫിംഗർ ടിപ്പ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൾക്കധികം വേദനിക്കില്ല, ബ്ലഡ് പെട്ടെന്ന് വരികയും ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഫിംഗർ ടിപ്പ് എന്ത് ചെയ്യാണ്, ആൽക്കഹോൾ വെച്ചിട്ട് ക്ലീൻ ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഒരു കോട്ടനോ അല്ലെങ്കിൽ ആൽക്കഹോൾ പാഡോ യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഒരു ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പങ്ക്ചർ ചെയ്യുക. മോയിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഫിംഗറിൽ ഒരിക്കലും പോയിട്ട് കുത്താൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വിരല് മെല്ലെ ഒന്നിങ്ങനെ ഫേം ആയിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ലാൻസെറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഒറ്റ വട്ടം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ഇങ്ങനെ ഒരു കുത്തിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ബ്ലഡ് പെട്ടെന്ന് വരും. ഫസ്റ്റ് വരുന്ന ഒരു ഡ്രോപ്പ് ഉണ്ടല്ലോ അതിനെ നമ്മൾ യൂസ് ചെയ്യണ്ട. അതെന്ത് ചെയ്യുക, ഒരു കോട്ടൺ വെച്ചിട്ട്, ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള കോട്ടൺ വെച്ചിട്ട് അതിനെ അങ്ങോട്ട് തുടച്ചു കളയാം. അതെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്ന ഒരു ബ്ലഡ് ഡ്രോപ്പിൽ കൂടുതലും ടിഷ്യൂ ഫ്ലൂയിഡും ഒക്കെയാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലഡ് ഡ്രോപ്പ് വേണ്ട. അതിനുശേഷം എന്ത് ചെയ്യും, അടുത്ത വരുന്ന ബ്ലഡ് മുതൽ ആ വരുന്ന ബ്ലഡ് മതി. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബ്ലഡ് വരുന്നില്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ ബ്ലഡ് വരും. ചിലപ്പോൾ താനേ ബ്ലഡ് വരാം. ഇനി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ ബ്ലഡ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്ലഡ് വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ കാപ്പിലറി ട്യൂബ് വെച്ച് കൊടുക്കുക. അപ്പൊ കാപ്പിലറി ആക്ഷൻ വഴി കാപ്പിലറി ട്യൂബിലേക്ക് ബ്ലഡ് കയറുന്നു. ഓക്കെ, ബ്ലഡ് ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റെറൈൽ കോട്ടൺ വെച്ചിട്ട് അവിടെ കുറച്ചു നേരം ഒന്ന് പിടിക്കാൻ പറയാം. അപ്പൊ ബ്ലഡ് കുറച്ചു നേരം കഴിഞ്ഞാൽ ബ്ലഡ് ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലബറ്റോമിസ്റ്റ് ഗ്ലൗസ് ഒക്കെ കളഞ്ഞ് പിന്നെ ഹാൻഡ് വാഷ് ചെയ്യുക. അപ്പൊ അത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഗ്ലൗസ് ഇടുക. എന്നിട്ട് നമ്മൾ കൈ ഏതാണോ ഫിംഗർ ടിപ്പ് എങ്കിൽ അത് സെലക്ട് ചെയ്യുക. അവിടെ ആൽക്കഹോൾ വെച്ച് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇതൊരു ലാൻസെറ്റ് ആണ് കേട്ടോ. ഈ ലാൻസെറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു വട്ടം ഒന്ന് പങ്ക്ചർ ചെയ്യുക. അതിനുശേഷം കണ്ടോ, ഫസ്റ്റ് വരുന്ന ബ്ലഡ് ഡ്രോപ്പിനെ നമ്മൾ തുടച്ചു കഴിയുക. അതിനുശേഷം വരുന്ന ബ്ലഡ് ഡ്രോപ്പിനെ ഒരു കാപ്പിലറി ട്യൂബിലേക്ക് കളക്ട് ചെയ്യുക. കണ്ടോ, ഇതാണ് കാപ്പിലറി ട്യൂബ്. എന്നിട്ട് ആ കളക്ട് ചെയ്ത കാപ്പിലറി ട്യൂബിനെ നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ വേണം അവിടെ വെക്കാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം ഈ ഒരു കാപ്പിലറി ട്യൂബ് ഒരു ബോട്ടിൽ ഇറക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അതവിടെ വെക്കാം. അതിനുശേഷം ഈ ഒരു ഈ ഒരു ബോട്ടിലിൽ നിന്നും കാപ്പിലറി ട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്താണോ ടെസ്റ്റ് എങ്കിൽ അത് അങ്ങനെ ചെയ്തു പോവാം കേട്ടോ. ബാക്കി എന്ത് ടെസ്റ്റിന് വേണ്ടിയിട്ടാണോ അതിന്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് കാപ്പിലറി ബ്ലഡ് കളക്ഷൻ. രണ്ടാമത്തെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ. ആർട്ടറിയിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യാണ്. ഇത് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതങ്ങനെ സാധാ എല്ലാവരും എന്ത് ചെയ്യുക, ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ ചെയ്യില്ല. ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ അത്രയും എക്സ്പീരിയൻസ്ഡ്, ഒരു ആർട്ടറിയിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യാൻ നല്ലോണം എക്സ്പീരിയൻസും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ മാത്രമാണ് ആർട്ടറിയിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആർട്ടീരിയൽ ബ്ലഡ് സാമ്പിൾ നമ്മൾ എവിടുന്നാണ് കളക്ട് ചെയ്യുക, ആർട്ടറീസിൽ നിന്നും കളക്ട് ചെയ്യുന്ന ബ്ലഡ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ ആർട്ടറിയിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുക നമ്മുടെ ബ്ലഡിലുള്ള ഗ്യാസസിന് അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലഡ് ഗ്യാസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടറിയിൽ നിന്നും നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആർട്ടറീസ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയൽ ആർട്ടറി ആണ്. ബിക്കോസ് അതായത് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ആർട്ടറി, ഇതാണ് റേഡിയൽ ആർട്ടറി. അതാണ് ഒന്നും കൂടെ നല്ലത്. ഓക്കെ, കുറച്ചും കൂടെ കാണാനും നമുക്കറിയാലോ, നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റില്ല ഈ ഒരു റേഡിയൽ ആർട്ടറി. അപ്പൊ ബ്ലഡ് എടുക്കാൻ ഒന്നുകൂടെ എളുപ്പം റേഡിയൽ ആർട്ടറി ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എൽബോന്റെ പോർഷനിലുള്ള ബ്രാക്കിയൽ ആർട്ടറി അല്ലെങ്കിൽ ഫെമോറൽ ആർട്ടറി എന്ന് എടുക്കാം. പക്ഷെ അതൊക്കെ ഒന്നും കൂടെ ചെറുതും ബ്ലഡ് എടുക്കാൻ ബുദ്ധിമുട്ടും ആയിരിക്കും. അപ്പൊ എപ്പോഴും ആർട്ടറിയൽ ബ്ലഡ് നമ്മൾ ഏതിൽ നിന്ന് എടുക്കാം, റേഡിയൽ ആർട്ടറിയിൽ നിന്നുമാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുക. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് എന്ന് നോക്കാം. എന്തൊക്കെയാണ്? പ്രീ ഹെപ്പാരിനൈസ്ഡ് സിറിഞ്ച് വേണം. അതായത് സിറിഞ്ചിൽ എന്തുണ്ടായിരിക്കണം, ഹെപ്പാരിൻ എന്ന ആന്റികൊയാഗുലന്റ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന സിറിഞ്ച് ആയിരിക്കണം. അപ്പൊ അതൊരു എസെൻഷ്യൽ ആയിട്ടൊരു റിക്വയർമെന്റ് ആണ്. സിറിഞ്ചിൽ എന്തുണ്ടായിരിക്കണം, ഹെപ്പാരിൻ എന്ന ആന്റികൊയാഗുലന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഹെപ്പാരിൻ വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുള്ള സിറിഞ്ച് ആയിരിക്കണം. പിന്നെ നമുക്ക് എന്ത് വേണം, സിറിഞ്ചിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീഡിൽസ് ഉണ്ടായിരിക്കണം. പിന്നെ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാൻഡേജ് ഉണ്ടായിരിക്കണം. അതിനുശേഷം ബ്ലഡ് മാറ്റാനുള്ള കണ്ടെയ്നർ ഉണ്ടായിരിക്കണം. ആ കണ്ടെയ്നർ എന്താണ്, പിന്നെ നമ്മൾ ആ ഒരു ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അത് ലാബിലേക്ക് എത്തിക്കുന്ന വരെ നമ്മൾ എന്തിരിക്കണം, അത് ക്രഷ്ഡ് ഐസിൽ വേണം ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഈ ഒരു കണ്ടെയ്നർ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പൊ ഇത് കുറച്ച് വേദനയുള്ള ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ വേണമെങ്കിൽ നമുക്കൊരു ലോക്കൽ അനസ്തേഷ്യ ആൾക്ക് കൊടുക്കാം. പിന്നെ അത് കൂടാതെ സിംഗിൾ യൂസ്, അതായത് സ്റ്റെറൈൽ ആയിട്ടുള്ള സിറിഞ്ചും നീഡിൽസും ഒക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ കരുതിയിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയാണ് ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ. പിന്നെ ഗ്ലൗസ് കാര്യങ്ങൾ സാധാരണ നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ തന്നെ വേണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീജിയർ നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക, പേഷ്യന്റെ അടുത്ത് പോവുക, പേഷ്യന്റെ അടുത്ത് കാര്യങ്ങൾ പറയുക, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പേഷ്യന്റിനെ നമ്മൾ ബെഡിൽ കിടത്തുക. ഇതെപ്പോഴും നമ്മൾ ഒരു കിടത്തിയിട്ടാണ്, ഫ്ലാറ്റ് ആയിട്ട് കിടത്തിയിട്ടാണ് ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, കൈ എടുത്തിട്ട് കയ്യിൽ റേഡിയൽ ആർട്ടറി എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് നോക്കുക. ആ ഒരു റേഡിയൽ ആർട്ടറി ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് റേഡിയൽ ആർട്ടറി ഏതാന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു വട്ടം നമ്മൾ റേഡിയൽ ആർട്ടറി നമ്മൾ കണ്ടാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ എന്തെങ്കിലും ഒന്ന് നമ്മളൊരു മാർക്ക് പോലെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ആർട്ടറി നമ്മൾ പിന്നെയും തരേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അതില്ലാതിരിക്കാൻ ഒരു വട്ടം നമ്മൾ റേഡിയൽ ആർട്ടറി നമ്മൾ കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്ക് പോലെ എന്തെങ്കിലും അവിടെ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ആൽക്കഹോൾ 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് അവിടെ ഡിസിൻഫെക്ട് ചെയ്യുക. ഒരു കോട്ടണിൽ കുറച്ച് ആൽക്കഹോൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ സർക്കുലർ മോഷനിൽ പങ്ക്ചർ സൈറ്റും അതിന് ചുറ്റുമുള്ള ഭാഗം എന്ത് ചെയ്യുക, ഇങ്ങനെ ഡിസിൻഫെക്ട് ചെയ്യുക. അതിനുശേഷം അത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക. ഓക്കെ, ഇനി ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിറിഞ്ച് ഉണ്ടല്ലോ, ഈ സിറിഞ്ചിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ്, ഒരു സ്പെഷ്യൽ എന്താണ് ആ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സിറിഞ്ചിന് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ബാക്കി ഇപ്പൊ വെയിനൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ സിറിഞ്ചിലേക്ക് ബ്ലഡ് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പിന്നിലേക്ക് പിസ്റ്റൺ വലിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെ പിസ്റ്റൺ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, വലിച്ചു വെക്കും. എത്രയാണോ നമുക്ക് സിറിഞ്ചിൽ ബ്ലഡ് വേണ്ടത് അത്രയും ഇതിലേക്ക് എന്താണ് നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഒരു പിസ്റ്റൺ അല്ലെങ്കിൽ ആ ഒരു പ്ലങ്ങർ എന്ത് ചെയ്യുക, നമ്മൾ താഴത്തേക്ക് വലിച്ചു വെക്കണം. ബ്ലഡ് എടുക്കുമ്പോഴല്ല നമ്മൾ വലിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഒപ്പം തന്നെ ഈ ഒരു സിറിഞ്ചിന്റെ നീഡിലിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് ഒരു പ്രത്യേക തരം അറേഞ്ച്മെന്റ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ കണ്ട ഇവിടെ ഒരു ഓറഞ്ച് കളർ കാണുന്നുണ്ടല്ലോ, അപ്പൊ ഒരു പ്രത്യേക തരം അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. കണ്ട പിസ്റ്റൺ ഓൾറെഡി
വലിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സെറ്റപ്പ് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്ന, ഒരു കയ്യിൽ നമ്മൾ ഈ ഒരു സിറിഞ്ചും നീഡിലൊക്കെ പിടിക്കുക. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ട് പൾസ് ഒക്കെ ഒന്നും കൂടെ നോക്കുക. എന്നിട്ട് പേഷ്യന്റിന്റെ അടുത്ത് പറയാം നമ്മൾ സ്കിന്നിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. എത്ര ഡിഗ്രിയിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? 45 ഡിഗ്രി ആംഗിൾ. നോക്കൂ, നമ്മൾ കുറച്ച് കുത്തനെ പിടിച്ചിട്ട് വേണം. നമ്മൾ വെയിനിലേക്ക് സിറിഞ്ച് അല്ലെങ്കിൽ നീഡിൽ വെക്കുന്ന പോലെയല്ല, ഇത് കുറച്ച് നമ്മൾ കുറച്ച് കുത്തനെ പിടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ 45 ഡിഗ്രി ആംഗിളിൽ വേണം നമ്മൾ സിറിഞ്ച് ആൻഡ് നീഡിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ റേഡിയൽ ആർട്ടറിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഉള്ളിലേക്ക് ബ്ലഡ് വരുന്നത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എത്രയാണോ സിറിഞ്ചിലേക്ക് ആവശ്യം അത്രയും വരെ അത് താനേ കയറിക്കോളും. നമ്മൾ സിറിഞ്ചിനെ അതിന്റെ പിന്നിലേക്ക് പിസ്റ്റൺ വലിക്കുക ഒന്നും വേണ്ട, അത് ഓൾറെഡി നമ്മൾ വലിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ സിറിഞ്ചിന്റെ ആ ഒരു പ്ലങ്ങർ നമ്മൾ പിടിച്ച് വലിക്കേണ്ട ആവശ്യമില്ല, ബ്ലഡ് താനേ കയറിക്കോളും. ഓക്കെ, ആവശ്യത്തിന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നീഡിലും സിറിഞ്ചും അവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് ഒരു കോട്ടൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ ഒരു ഗ്വേസോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ആ ഒരു കോട്ടൺ സംഭവം എന്ത് ചെയ്യാണ് അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 to 3 minutes കഴിഞ്ഞ് നമ്മൾ എന്ത് ഒന്നും കൂടെ നോക്കുക, ബ്ലീഡിങ് ഒക്കെ സ്റ്റോപ്പ് ആയിട്ടില്ലേ എന്ന് നോക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ സിറിഞ്ചിൽ ഇപ്പം എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതിനെ കളയുക. അതിനുശേഷം സിറിഞ്ചിനെ നമ്മൾ ക്യാപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആ സിറിഞ്ച് നമ്മുടെ കൈയിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ആ ഒരു സ്പെസിമെനെ മിക്സ് ചെയ്യുക. അതിനുശേഷം സിറിഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യാം, ലേബൽ ചെയ്യാം. ലേബൽ നമുക്ക് ആദ്യം ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് എന്താ ബാക്കി സാമ്പിൾ ബാക്കി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ എന്താ ചെയ്യണം, നമ്മുടെ കാര്യം നോക്കുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലൗസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. അതിന് മുന്നേ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുക. പിന്നെ പേഷ്യന്റ് ഓക്കെ അല്ലേ, ബ്ലീഡിങ് നിന്നിട്ടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ. ഓക്കെ, അപ്പൊ തൽക്കാലത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, 3 methods ഓഫ് ബ്ലഡ് കളക്ഷൻ ആണ് പഠിച്ചത്. ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ, കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ആൻഡ് വീനസ് ബ്ലഡ് കളക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ കുറച്ച് നമുക്ക് അറിയാത്ത കുറച്ച് പോയിന്റ്സ് കൂടെ നിങ്ങൾ പിന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് സാമ്പിൾസ്, അതേപോലെ ആന്റി കൊയാഗുലൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു.